ഹായ് ഓൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തിയറീസ് റിഗാർഡിംഗ് ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് യൂണിവേഴ്സ് ആണ്. യൂണിവേഴ്സിൻ്റെ ഒറിജിനും എവല്യൂഷനും കുറിച്ച് ഒരുപാട് തിയറീസ് വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള തിയറീസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് ഏതൊക്കെയാണെന്നാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. നമുക്ക് പഠിക്കാനുള്ള തിയറീസ് ബിഗ് ബാങ് തിയറി, സ്റ്റഡി സ്റ്റേറ്റ് തിയറി, നെബുലാർ ഹൈപ്പോതെസിസ്, ടൈഡൽ ഹൈപ്പോതെസിസ്. ഇത്രയാണ് സിലബസിൽ പഠിക്കാനുള്ളത്. ആദ്യം പ്ലാനറ്റ്സിനെ കുറിച്ച് പഠിക്കാം. പ്ലാനറ്റ്സും സ്റ്റാർസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. ഇത് നമുക്കറിയാവുന്ന പോലെ തന്നെ പ്ലാനറ്റ്സ് എന്ന് പറയുമ്പോൾ നോൺ ലൂമിനസ് ബോഡീസ് ആണ്. ദേ ഡു നോട്ട് ഹാവ് ദെയർ ഓൺ ലൈറ്റ്. അവ മറ്റ് സ്റ്റാർസിൻ്റെ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുകയാണ് പ്ലാനറ്റ്സ് മെയിൻലി ചെയ്യുന്നത്. അല്ലാതെ സ്വയം അവയ്ക്ക് കത്താനുള്ള ഒരു ശേഷിയില്ല. എന്നാൽ സ്റ്റാർസ് എന്ന് പറയുമ്പോൾ അത് ലൂമിനസ് ബോഡീസാണ്. സ്വയമേ പ്രകാശിക്കുന്നവയാണ് സ്റ്റാർസ് എന്ന് പറയുന്നത്. അവയ്ക്ക് അവയുടെ സ്വന്തമായിട്ട് തന്നെ ലൈറ്റ് ഉണ്ട്. അത് സ്റ്റാർസിനകത്ത് എനർജി ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ തെർമോ ന്യൂക്ലിയർ റിയാക്ഷൻ അതിനകത്ത് തന്നെ നടക്കും. ആ റിയാക്ഷനിൽ എന്താണ് നടക്കുന്നത്? ഹൈഡ്രജൻ ന്യൂക്ലിയസ് കമ്പൈൻ ചെയ്യുന്നു. ഇൻറ്റൻസ് ടെമ്പറേച്ചറിൽ കമ്പൈൻ ചെയ്തതിന് ശേഷം അത് ഹീലിയമായി മാറുന്ന പ്രോസസ്സാണ് നടക്കുന്നത് സ്റ്റാർസിനകത്ത്. ആ ഒരു പ്രോസസ്സാണ് സ്റ്റാർസിൽ ലൈറ്റും ഹീറ്റും ഒക്കെ നൽകുന്നത്. അടുത്ത ജസ്റ്റ് സോളാർ സിസ്റ്റത്തിനെ കുറിച്ച് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പറയാണ്. നമുക്കെല്ലാം അറിയാം, സോളാർ സിസ്റ്റത്തിൻ്റെ ഹെഡ് എന്ന് പറയുമ്പോൾ സണ്ണാണ്. ദെൻ ദെർ ആർ 8 പ്ലാനറ്റ്സ്. അതുകൂടാതെ അതിൻ്റെ മൂണും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ പ്ലാനറ്റ്സും മൂണും അല്ലാതെ പ്ലാനറ്റോയിഡ്സ്, ഇതിൻ്റെ സോളാർ സിസ്റ്റത്തിൻ്റെ അകത്തുള്ളതാണ് പ്ലാനറ്റോയിഡ്സ്. അതിൻ്റെ എവിടെയാണ്? മാർസിൻ്റെയും ജൂപ്പിറ്ററിൻ്റെയും ഇടയിലായിട്ട് കാണപ്പെടുന്നവയാണ് പ്ലാനറ്റോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാനറ്റോയിഡ്സ് കാണപ്പെടുന്നത് ജൂപ്പിറ്ററിൻ്റെയും മാർസിൻ്റെ ഇടയ്ക്കാണ്. ഇതിനെ ആസ്റ്ററോയിഡ് ബെൽറ്റ് എന്നും പറയാറുണ്ട്. സോളാർ സിസ്റ്റത്തിലെ പ്ലാനറ്റ്സിനെ മെയിൻലി രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പ്ലാനറ്റ്സ് ഓഫ് ഇന്നർ സർക്കിൾ അല്ലെങ്കിൽ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്ന് പറയും. അതായത് ടെറസ്ട്രിയൽ എന്ന് പറയുമ്പോൾ എർത്ത് ലൈക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഈ ആസ്റ്ററോയിഡ് ബെൽറ്റിൻ്റെ അകത്ത് വരുന്ന സണ്ണിനും ആസ്റ്ററോയിഡ് ബെൽറ്റിൻ്റെ ഇടയിൽ വരുന്നവയാണ് ഇന്നർ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. അവ കമ്പാരിറ്റീവ്ലി സൈസ് കുറഞ്ഞതുമായിരിക്കും. അതുപോലെ തന്നെ എർത്ത് ലൈക്കും ആയിരിക്കും. എർത്തിനെ റിസംബിൾ ചെയ്യുന്ന ചെറിയ സൈസായിട്ടുള്ളതും ഗ്യാഷ്യസ് മെറ്റീരിയൽസ് അല്ലാത്ത സോളിഡ് മെറ്റീരിയൽസ് വെച്ച് ഉണ്ടായിരിക്കുന്നതുമായിട്ടുള്ള കുറച്ച് പ്ലാനറ്റ്സിനെയാണ് ഇന്നർ സർക്കിളിൽ വരുന്നത്. അടുത്ത് ജൂപ്പിറ്റർ ലൈക്ക് പ്ലാനറ്റ്സിനെയാണ് ജോവിയൻ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. ഇവ ഔട്ടർ സർക്കിൾ, ഈ നേരത്തെ പറഞ്ഞ ആസ്റ്ററോയിഡ് ബെൽറ്റിന് പുറത്താണ് ഈ ജൂപ്പിറ്റർ ലൈക്ക് പ്ലാനറ്റ്സ് കാണപ്പെടുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഇമേജിൽ ആസ്ട്രോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നുണ്ട്. ഈ കാണുന്നതാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് കാണുന്നതാണ് എർത്ത് ലൈക്ക് പ്ലാനറ്റ്സ്. അവ ഇന്നർ സർക്കിളിലാണുള്ളത്. ഇന്നർ സർക്കിൾ കൺസിസ്റ്റ് ഓഫ് 4 പ്ലാനറ്റ്സ്. ഏതൊക്കെയാണ്? മെർക്കുറി, വീനസ്, എർത്ത് ആൻഡ് മാർസ്. ആദ്യം കാണിച്ചിരിക്കുന്ന 4 പ്ലാനറ്റ്സ് ഇന്നർ പ്ലാനറ്റ്സ്. അവയുടെ പ്രത്യേകത എന്താണ്? സ്മോളർ ആൻഡ് ഡെൻസർ ബോഡീസ്. മറ്റ് ഔട്ടർ പ്ലാനറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് സ്മോളർ ആയിരിക്കും. അതുപോലെ കുറച്ച് ഡെൻസിറ്റിയും കൂടിയതായിരിക്കും. ഈ ഒരു ആസ്ട്രോയിഡ് ബെൽറ്റിൻ്റെ പുറത്ത് വരുന്നതാണ് ബാക്കിയുള്ള പ്ലാനറ്റ്സ്. അവയുടെ പ്രത്യേകത എന്താണ്? ഔട്ടർ പ്ലാനറ്റ്സ് ഇൻക്ലൂഡിങ് ജൂപ്പിറ്റർ, സാറ്റൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. അപ്പോൾ ഇതിൽ വരുന്ന ഇത്രയും പ്ലാനറ്റ്സ് ആണ്. ഏതൊക്കെയാണ്? ജൂപ്പിറ്റർ, സാറ്റൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. അതിൻ്റെ പ്രത്യേകത ദേ ഹാവ് ലാർജർ സൈസ്. അത് കാണുമ്പോൾ തന്നെ അറിയാം. ടെറസ്ട്രിയൽ ലൈക്ക് പ്ലാനറ്റ്സിനെ പോലെ അല്ല. ഇവയ്ക്ക് സൈസ് വലുതാണെങ്കിലും ഡെൻസിറ്റി കുറവായിരിക്കും. അപ്പോൾ സോളാർ സിസ്റ്റത്തിനെ കുറിച്ചും പ്ലാനറ്റ്സിനെ കുറിച്ചും അതിൻ്റെ ചെറിയ ക്ലാസിഫിക്കേഷനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത് നമ്മുടെ മെയിൻ തിയറിയിലേക്ക് പോവാണ്, ബിഗ് ബാങ് തിയറി. വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ തിയറി റിഗാർഡിംഗ് ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്. This theory is also known as expanding universe hypothesis. ഇത് കൊണ്ടുവന്നത് 1920 എഡ്വിൻ ഹബിളാണ്. ഈ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന് എവിഡൻസ് നൽകിയത് എഡ്വിൻ ഹബിളാണ്. കാലം പുരോഗമിച്ചുകൊണ്ടിരിക്കും തോറും ഗാലക്സീസ് എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും ദൂരേക്ക് അകന്നുകൊണ്ടേയിരിക്കും. യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ള തിയറിയാണ് എഡ്വിൻ ഹബിള് പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ തിയറിയുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇദ്ദേഹം ഈ തിയറിയെ പല സ്റ്റേജസ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ബിഗിനിങ് സ്റ്റേജിനെ ഡീറ്റെയിൽസ് എന്താണെന്ന് ആദ്യം നോക്കാം.
ഈ യൂണിവേഴ്സ് ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും ബിഗിനിങ് സ്റ്റേജിലായിട്ട് സംഭവിച്ചത്, യൂണിവേഴ്സ് ഉണ്ടാകുന്ന എല്ലാ മാറ്ററും ഒരു സ്ഥലത്ത് ഒരു ടൈനി ബോളായിട്ടാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു ടൈനി ബോളിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് സ്മോൾ വോളിയമാണ്, പക്ഷേ ഇൻഡെഫിനിറ്റ് ടെമ്പറേച്ചറും ഡെൻസിറ്റിയും ഉള്ളതായിരുന്നു. യൂണിവേഴ്സ് ഉണ്ടാകുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന മാറ്റർ എല്ലാം ഒരു ചെറിയ ബോളിൻ്റെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിന് അൺഇമാജിനറി, ഇൻഫിനിറ്റ്, നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറം ടെമ്പറേച്ചറും ഡെൻസിറ്റിയും ഉണ്ടായിരുന്നു. അടുത്ത് ഈ ബിഗ് ബാങ് സംഭവിച്ച സമയത്ത്, അറ്റ് ദ ബിഗ് ബാങ് ദ ടൈനി ബോൾ എക്സ്പ്ലോഡഡ് വയലൻ്റ്ലി. ആ നേരത്തെ പറഞ്ഞ ചെറിയ ബോൾ പോലെ ഉണ്ടായിരുന്ന സംഭവം എന്ത് ചെയ്തു? വയലൻ്റായിട്ട് പൊട്ടിത്തെറിച്ചു. ആ ഒരു പൊട്ടിത്തെറി ഭയങ്കരമായിട്ട് എക്സ്പാൻഷൻ ഉണ്ടാവാനായിട്ട് കാരണമായി. ഇത് നടന്നത് 13.7 ബില്യൺ ഇയേഴ്സ് മുന്നേ, ഇന്നത്തിൽ നിന്ന് 13.7 ബില്യൺ ഇയേഴ്സ് മുമ്പ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. എന്നിട്ട് ഈ ഒരു എക്സ്പാൻഷൻ ഓഫ് യൂണിവേഴ്സ് ഈസ് സ്റ്റിൽ ഹാപ്പനിങ് എന്നാണ് അദ്ദേഹം തിയറിയിൽ പറഞ്ഞത്. ആസ് ഇറ്റ് ഗ്രൂ, സം എനർജി വാസ് കൺവേർട്ടഡ് ടു മാറ്റർ. ദർ വാസ് റാപ്പിഡ് എക്സ്പാൻഷൻ വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ആഫ്റ്റർ ദ ബാങ്. അപ്പോൾ ബിഗ് ബാങ് സംഭവിച്ച ഫ്രാക്ഷൻസ് ഓഫ് സെക്കൻഡിൽ തന്നെ ഒരുപാട് റാപ്പിഡായിട്ടുള്ള എക്സ്പാൻഷൻ ഉണ്ടായി. ദെയർ ആഫ്റ്റർ ദ എക്സ്പാൻഷൻ സ്ലോ ഡൗൺ. പിന്നീട് ആദ്യം പൊട്ടിത്തെറിയുടെ ആ സമയത്തൊരു വലിയ എക്സ്പാൻഷൻ ഉണ്ടായിരുന്നു, വീണ്ടും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ ആ ഒരു സ്പീഡിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പതിയെയാണ് എക്സ്പാൻഡ് നടക്കുന്നത്. വിത്തിൻ ദ ഫസ്റ്റ് 3 minutes ഫ്രം ദ ബിഗ് ബാങ് ഇവൻറ്റ് ദ ഫസ്റ്റ് ആറ്റം ബിഗാൻ ടു ഫോം. അപ്പോൾ ആ ബിഗ് ബാങ് ഇവൻറ്റ് നടന്നതിന് ശേഷം ഫസ്റ്റ് 3 മിനിറ്റിൽ തന്നെ ആദ്യത്തെ ആറ്റം ഉണ്ടാവാനായി തുടങ്ങി. ഈ ബിഗ് ബാങ് നടന്നതിന് ശേഷം എന്ത് സംഭവിച്ചു? ഒരു 3 lakh ഇയേഴ്സൊക്കെ ആയപ്പോൾ ടെമ്പറേച്ചർ എന്ത് ചെയ്തു? ഡ്രോപ്പ് ചെയ്തു. ടെമ്പറേച്ചർ കുറഞ്ഞ് 4500 കെൽവിൻ വരെ എത്തി. അതിനുശേഷം അറ്റോമിക് മാറ്ററും ഉണ്ടായി എന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. അപ്പോൾ ഈ തിയറിയിൽ എന്താണ് പറയുന്നത്? ആദ്യം ഈ യൂണിവേഴ്സ് ഉണ്ടായ എല്ലാ എനർജിയും ഒരു ചെറിയ ബോളിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ ബോളിന് എന്തായിരുന്നു? സ്മോൾ വോളിയം ആയിരുന്നു, ബട്ട് ഇൻഫിനിറ്റ് ടെമ്പറേച്ചർ ആൻഡ് ഡെൻസിറ്റി ഉണ്ടായിരുന്നു. പിന്നീട് പ്രസൻറ്റിൽ നിന്ന് 13.7 ബില്യൺ ഇയേഴ്സ് മുന്നിലാണ് ഇത് എക്സ്പാൻഡ് ചെയ്തു, അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ആ പൊട്ടിത്തെറി പെട്ടെന്ന് വിത്തിൻ ദ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു. എന്നിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, എങ്കിലും ആ സ്പീഡ് കുറവാണ്. പിന്നീട് എന്ത് ചെയ്തു? ഫസ്റ്റ് 3 minutes ഫ്രം ദ ബിഗ് ബാങ്ങിൽ തന്നെ ഫസ്റ്റ് ആറ്റം ഉണ്ടാവാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം 4500 കെൽവിനിലേക്ക് ടെമ്പറേച്ചർ കുറയുകയും ഫസ്റ്റ് അറ്റോമിക് മാറ്റർ ഉണ്ടാവുകയും ചെയ്തു എന്നാണ് ബിഗ് ബാങ് തിയറിയിൽ പറയുന്നത്. ഇത് എഡ്വിൻ ഹബിളാണ് കൊണ്ടുവന്നത്. 1920 കൊണ്ടുവന്ന തിയറിയാണ്. ഇതാണ് യൂണിവേഴ്സ് ഉണ്ടായി എന്നുള്ളതിൽ ഇപ്പോൾ ഒരുപാട് സയൻറ്റിസ്റ്റും ഒക്കെ ഒരുവിധം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു തിയറിയാണ് ഈ ബിഗ് ബാങ് തിയറി. ഈ തിയറി ഹോയിൽ കൊണ്ടുവന്ന സ്റ്റഡി സ്റ്റേറ്റ് തിയറി എന്ന് പറയുന്ന ഒരു തിയറിക്ക് ഓൾട്ടർനേറ്റീവായിട്ട് വന്നൊരു തിയറിയാണ്. സ്റ്റഡി സ്റ്റേറ്റ് തിയറി എന്ന് പറയുമ്പോൾ നമുക്ക് പഠിക്കാനുണ്ട്, യൂണിവേഴ്സ് അന്ന് എങ്ങനെയായിരുന്നോ ഇന്നും അതുപോലെ റഫ്ലി ദ സെയിം അറ്റ് എനി പോയിൻ്റ് ഓഫ് ടൈം എന്നാണ് സ്റ്റഡി സ്റ്റേറ്റ് തിയറി ഹോയിലി പറയുന്നത്. എന്നാൽ ബിഗ് ബാങ് തിയറിയിൽ എഡ്വിൻ ഹബിൾ പറയുന്നത് അങ്ങനെയല്ല, യൂണിവേഴ്സ് ഈസ് എക്സ്പാൻഡിങ് എന്ന് പറയുന്നൊരു തിയറിയാണ്. അപ്പോൾ ഈ ഹോയിൽസിൻ്റെ സ്റ്റഡി സ്റ്റേറ്റ് തിയറി നമുക്ക് പഠിക്കാനുണ്ട്. അത് നെക്സ്റ്റ് വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.